എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അടവെന്ന് പറഞ്ഞൊരു മീൻ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല സൂപ്പറായിട്ടുള്ളൊരു കറി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് കിടക്കാം. ഈ അടവെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയുന്നതെന്ന് അറിയത്തില്ല, അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ അടവെന്ന് പറഞ്ഞ മീൻ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ് കേട്ടോ. നമ്മുടെ ഒരു കരിമീൻ്റെ ഷേപ്പാണ് ഇതിരിക്കുന്നത്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മളിവിടെ 1 കിലോ അടവ് മീൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്കിതിന് ആവശ്യമായ സാധനങ്ങൾ: ഒരു 2 തക്കാളി അരിഞ്ഞത്, ഒരു 4-5 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, അതുപോലെ നമ്മളൊരു ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്, ഒരു 200 ഗ്രാം ചെറിയുള്ളി അരിഞ്ഞത്. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഇവിടെ റെഡിയാക്കേണ്ടത്. ഇത് 1-ാം പാലാണ്, ഇത് 2-ാം പാൽ. നമ്മൾ ഈ 2-ാം പാലിലാണ് ഇത് വേവിക്കേണ്ടത്. നമുക്കിപ്പം സ്റ്റൗ ഒന്ന് കത്തിച്ച് നമുക്കൊരു മൺചട്ടിയിൽ ഇതൊന്ന് തയ്യാറാക്കാം. ചട്ടി ചൂടായി ചട്ടിക്കകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ തക്കാളി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിവിടെ കറിവേപ്പിലയ്ക്കൊക്കെ ഭയങ്കര ക്ഷാമമാണ് കേട്ടോ. വില കൊടുത്തൊക്കെ വാങ്ങേണ്ട സ്ഥിതിയാണ്. ഇത് നമ്മൾ തൈ നട്ടത് ശരിക്കും ക്ലിയറായിട്ട് പിടിക്കുന്നില്ല. നന്നായിട്ട് വാടി വരാൻ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ ഇടാം കേട്ടോ. അപ്പം നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റാം. നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ 2-ാം പാൽ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ 2-ാം പാൽ ഫുള്ളായിട്ട് ഒഴിച്ചു. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ചോള കുടപ്പുളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഗ്രേവി നന്നായിട്ട് തിളച്ച് വരണം. നമ്മുടെ ഈ കുടപ്പുളി അതിൻ്റെ സത്തൊക്കെ ഊറി നന്നായിട്ടൊന്ന് പുളിയൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റായിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് പുളിയൊക്കെ ഇറങ്ങി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അടവ് ഇട്ട് കൊടുക്കാം. ഇനി ഗ്രേവിയൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് കൂടെ ഒന്ന് ഒഴിക്കാം. ഇതിലൊന്ന് ഗ്രേവിയിൽ നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കണം. ഒരു 15 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് കുക്കാകാൻ വേണ്ടി മൂടി വെക്കാം. ഒരു 10-15 മിനിറ്റായിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. മീനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. സൂപ്പർ ഗ്രേവിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഗ്രേവിക്ക്. നമ്മൾ തേങ്ങാപ്പാലിൽ തയ്യാറാക്കിയാറേ അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് 1-ാം പാൽ അങ്ങ് ഒഴിച്ചേക്കാം.
ഈ കഷ്ണങ്ങളൊന്നും പൊടിയാണ്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ അടവ് മീൻ കറി തയ്യാറായി കേട്ടോ. നല്ല ടേസ്റ്റുള്ള മീനാണ് ഈ അടവ്. നിങ്ങൾ ഇതേപോലെ തയ്യാറാക്കി നോക്കണം. ഇതിൻ്റെ ഗ്രേവിയാണ് കേട്ടോ ഹൈലൈറ്റ്. ഗ്രേവി എന്ന് പറഞ്ഞാൽ അത് ഒന്നൊന്നര ഗ്രേവിയാണ്. നമ്മൾ ആ തേങ്ങാപ്പാലിൽ ഇത് വെച്ച കാരണം നമ്മൾ രണ്ടാം പാലിലാണ് ഇത് കിടന്ന് വേവ് കുക്കായത്. അതിൻ്റെ ഒരു ടേസ്റ്റ് ഈ മീനിൻ്റെ ഇറച്ചിയിലൊക്കെ ഇതിൻ്റെ ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ്. പിന്നെ നമ്മളത് വെളുത്തുള്ളി ഇഞ്ചി ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റി കാരണം അതിൻ്റെ ഒരു ഫ്ലേവർ ഈ ഗ്രേവിയിൽ വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ഗ്രേവിയാണ്. നിങ്ങളൊന്ന് മിസ് ചെയ്യാണ്ട് ഇതേപോലെ മീൻ കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. സുഹൃത്തുക്കളെ, നമ്മുടെ അടവ് മീൻ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കപ്പയുടെ കൂടെ ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ. ഇതിൻ്റെ ഗ്രേവിയാണ് കേട്ടോ ടേസ്റ്റ്. ഇതിൻ്റെ ഗ്രേവി നമ്മൾ തേങ്ങാപ്പാലിൽ തയ്യാറാക്കിയ കാരണം അതൊന്ന് ഒന്നൊന്നര ഗ്രേവി കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ കറി തയ്യാറാക്കുമ്പോൾ തേങ്ങാപ്പാലിൽ ഒഴിച്ച് കറി വെക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റ് കേട്ടോ. ഗ്രേവി വെച്ച് കുടിച്ച് നോക്കാം. സൂപ്പറാണ്. ഒരു ശകലം കപ്പയെടുത്ത് കുറച്ച് അടവ് മീനിൻ്റെ ഒരു പീസും അതിൻ്റെ ഗ്രേവിയും കൂടെ കൂട്ടി ഗ്രേവി അസാധ്യ ഗ്രേവിയാണ്, അതിനൊന്നും പറയാനില്ല. അപ്പം സുഹൃത്തുക്കളെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ കരുതട്ടെ കേട്ടോ. ഇതേപോലെ അടവ് മീൻ കിട്ടുകയാണെങ്കിൽ, അടവല്ല ഏത് മീൻ കിട്ടിയാലും നിങ്ങൾ ഇതേപോലെ തേങ്ങാപ്പാൽ ഒഴിച്ച് ഞാൻ വീഡിയോ പറഞ്ഞു പോയ രീതിയിൽ ഒന്ന് കൈകാര്യം ചെയ്ത് നോക്കും കേട്ടോ. അതിൻ്റെ ഗ്രേവി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഗ്രേവിയാണ്. നമുക്ക് ഏതിൻ്റെ കൂടെയും കഴിക്കാം. ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ പൊറോട്ടയോ പിന്നെ അതുപോലെ പുട്ട് അപ്പം ഇടിയപ്പം എന്തിൻ്റെ കൂടെ പോലും സൈഡ് ഡിഷായിട്ട് അടിപൊളിയായിട്ട് ഉപയോഗിക്കും. ഇതേപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കണ്ടുകൂട്ടാം. അവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. നിങ്ങളുടെ ഫീഡ്ബാക്ക് ദയവായി അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം.